മഴത്തോരു മുൻപ് എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ കാണുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അലീനയെ കടപ്പാട്ടൂരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുവാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോഴേക്കും മനുശങ്കർ ഒന്ന് ഞെട്ടി. താൻ പല മാർഗങ്ങൾ ആലോചിച്ചു അവസാനം എത്തിച്ചേർന്നത് വൈജയന്തിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. വൈജയന്തിയെ കണ്ട് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ബാംഗ്ലൂരിൽ നിന്നും മനുശങ്കർ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ വൈജയന്തിയുടെ മുൻപിൽ നിന്നുകൊണ്ട് തനിക്ക് സാധ്യമായ രീതികളെല്ലാം ഉപയോഗിച്ചിട്ടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായിരുന്നില്ല. വൈജയന്തിയുടെ ഹൃദയം പാറ പോലെ ഉറച്ചിരിക്കുകയാണ് എന്ന് മനുശങ്കറിന് ബോധ്യപ്പെട്ടു. അയാളുടെ മുഖത്ത് നോക്കി വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ 3 മക്കൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല, പിന്നെയാണ് നീ പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് മനുശങ്കറിനെ വൈജയന്തി ഒഴിവാക്കി വിടുകയാണ്. മനുശങ്കർ അവിടെ നിന്ന് പോകുന്നത് നേരെ കടപ്പാട്ടൂരിലേക്കാണ്. വൈജയന്തിയുടെ മക്കളെ 3 പേരെയും കാണണം, അവരോട് മാക്സിമം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് എന്തെങ്കിലും ഒരു തീർപ്പ് വരുത്തുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് മനുശങ്കർ കടപ്പാട്ടൂരിലേക്ക് പോകുന്നത്. ആ കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. ഡോർബെൽ കേട്ടുകൊണ്ട് കൃഷ്ണജയാണ് ചെന്ന് വാതിൽ തുറക്കുന്നത്. സിറ്റൗട്ടിൽ മനുശങ്കർ. മനുവേട്ടൻ വന്നത് അറിഞ്ഞുപോലുമില്ലല്ലോ, ബൈക്കിലല്ലേ വന്നത്? കൃഷ്ണജ ഒരു തണുത്ത സ്വരത്തിലാണ് ചോദിച്ചത്. അപ്രതീക്ഷിതമായി തന്നെ കണ്ടതിൻ്റെ അതിശയമോ സന്തോഷമോ ഒന്നും അവളുടെ മുഖത്ത് കാണാഞ്ഞത് മനുശങ്കറിനെ വിസ്മയപ്പെടുത്തി. സാധാരണഗതിയിൽ ഹായ് മനുവേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് തോളത്ത് തൂങ്ങാറുള്ളതാണ് കൃഷ്ണജ. തെല്ലൊരു നിമിഷത്തെ മൗനത്തിന് ശേഷം മനുശങ്കർ പറയുകയാണ്, ബൈക്ക് എടുത്തില്ല. അല്ല, നിനക്കെന്ത് പറ്റി? പനിയായിരുന്നോ അതോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വഴിയാണോ? ഏയ് അതൊന്നുമല്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. മനുവേട്ടൻ കയറി വാ. മനുശങ്കർ വീടിനുള്ളിലേക്ക് കയറിയപ്പോഴേക്കും കൃഷ്ണജ അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് മുറിക്കുള്ളിലേക്ക് ഓടി. കൃഷ്ണജയുടെ വിളി കേട്ടുകൊണ്ട് അലീന മുറിയുടെ വാതിക്കലേക്ക് വന്നപ്പോൾ തന്നെ മനുശങ്കറെ കണ്ടു. അവൾ അവിടെ തന്നെ നിന്നു. മനുശങ്കറും ഒരു നിമിഷം നോക്കി നിന്നു. അലീന പുഞ്ചിരിച്ചുവെങ്കിലും അവളുടെ മുഖത്തിനൊരു വാട്ടമുണ്ടെന്ന് മനുവിന് മനസ്സിലായി. അലീന ചോദിക്കുകയാണ്, മനുവേട്ടന് ചോറെടുക്കട്ടെ? തണുത്തന്നേ ഉള്ളൂ, കറിയൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷ്ണജ, അല്ല ഈ 5 മണിക്കാണോ അലീന ചേച്ചി ചോറെടുക്കുന്നത്? ചേച്ചിക്ക് സമയബോധം ഒന്നും ഇല്ലാണ്ടായോ? എടി, ഊണ് കഴിക്കാത്തവർക്ക് 5 മണിക്ക് കഴിച്ചാലും അത് ഉച്ചയൂണ് തന്നെയാണ്. ആ വാക്കുകൾ കേട്ടുകൊണ്ട് മനുശങ്കർ വിസ്മയാധീനനായിപ്പോയി. തുടർന്ന് ചോദിക്കുകയാണ്, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ആ അതാണ്, ഞാൻ മഷിയിട്ട് നോക്കിയപ്പോൾ കണ്ടതാ. എന്തായാലും ഊണ് വിളമ്പട്ടെ. അലീനയുടെ കുസൃതി ചിരിയോടുകൂടിയുള്ള ആ ചോദ്യം കേട്ടുകൊണ്ട് മനുശങ്കർ ഒരു നിമിഷം സ്വയം മറന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്നിട്ട് പെട്ടെന്ന് പരിസരബോധം വന്നതുപോലെ ചുറ്റുപാടും നോക്കി. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? രോഹിത്തും ബബിതയും ഒക്കെ? അതിന് കൃഷ്ണജയാണ് മറുപടി പറയുന്നത്, ഇവിടെയൊക്കെ തന്നെ ഉണ്ട് മനുവേട്ട എല്ലാവരും. അത് കേട്ടുകൊണ്ട് മനുശങ്കർ ബബിതയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ കിടക്കയിൽ ഒരു വശം ചരിഞ്ഞു കിടപ്പുണ്ട്. ഉറക്കമാണെന്ന് കരുതി മനുശങ്കർ തിരികെ പോരാൻ ഭാവിച്ചപ്പോഴേക്കും ബബിത തലതിരിച്ച് അവനെ നോക്കി. എന്നിട്ട് എഴുന്നേറ്റ് ഉദാസീനയായി കട്ടിലിരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, അലീന ചേച്ചി പോവാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ മനുവേട്ടൻ? ആ അതെ. എങ്ങനെ നിനക്ക് മനസ്സിലായി? ഇന്ന് ശനിയും ഞായറും ഒന്നും അല്ലല്ലോ, വർക്കിംഗ് ഡേ അല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. മനുശങ്കർ കട്ടിലിരുന്നു. തുടർന്ന് പറയുകയാണ്, ഞാൻ അങ്കിളിനെയും ആൻറ്റിയും ഒക്കെ കണ്ടിട്ടാണ് വരുന്നത്. ഓ അത് ശരി. അമ്മ എന്തു പറഞ്ഞു? ആൻറ്റിക്ക് ഇത് ദുരഭിമാനത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. ഒരു തരം വാശിയും വിരോധവും മറ്റുള്ളവരുടെ വേദനയും വിഷമവും ഒന്നും കാണാൻ ആൻറ്റിക്ക് കാണില്ല. അല്ലെങ്കിൽ ആൻറ്റിക്ക് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതല്ലേ ഉള്ളൂ. എത്ര പേരെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് അലീനയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നത്, ആൻറ്റിയുടെ മാത്രം സന്തോഷത്തിന് വേണ്ടി. മനുവേട്ടാ, ഈ വീട്ടിലിപ്പോൾ ആർക്കും പരസ്പരം ഒരു മിണ്ടാട്ടം പോലും ഇല്ല. രോഹിയേട്ടനാ ഏറ്റവും സങ്കടം. ഒടുവിലായപ്പോഴേക്കും അലീന ചേച്ചിയും രോഹിയേട്ടനും തമ്മിലായിരുന്നല്ലോ വലിയ കൂട്ട്. ആഹാ, നിനക്ക് അത്രയ്ക്കൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നോ അല്ലേ? ആ, എനിക്ക് അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഞാനായിരുന്നല്ലോ കൂട്ടത്തിലെ ദുഷ്ടത്തി, അമ്മയുടെ തനി സ്വരൂപം. ബബിത അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നു കളഞ്ഞു. മനുശങ്കർ നേരെ ഊണുമുറിയിലേക്കാണ് നീങ്ങിയത്. അലീന ചോറും കറികളും ഒക്കെ വിളമ്പി വെച്ച് കഴിഞ്ഞിരുന്നു. അത് കണ്ടുകൊണ്ട് മനു ചോദിക്കുകയാണ്, എന്നെ ഊണ് കഴിപ്പിക്കാമെന്ന് തന്നെ നീ തീരുമാനിച്ചു അല്ലേ? ആ, ഇനിയിപ്പം അത്താഴം തരണ്ടല്ലോ. ആഹാ, അത്താഴം എൻ്റെ വീട്ടിലല്ലേ? മനുവേട്ടൻ ഇന്ന് ഇവിടെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. എൻ്റെ ഈശ്വര, ഇതിന് കുട്ടിച്ചാത്തൻ്റെ സേവയുണ്ടോ? അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ബാഗൊക്കെ കാറിൻ്റെ ഡിക്കി തള്ളിയിട്ടാ പോന്നിരിക്കുന്നതെന്ന്. ഓ അത് ശരി, അങ്ങനെ വരട്ടെ. മനുശങ്കർ ഊണ് കഴിക്കുന്നു നോക്കി അലീന മേശയ്ക്കരികിൽ നിൽക്കുകയാണ്. അലീനയോട് സംസാരിക്കണമെന്ന് മനുശങ്കറിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അവൾ എവിടേക്കാണ് പോകുന്നത്? അവളുടെ ഹൃദയത്തിൽ തനിക്ക് സ്ഥാനമുണ്ടോ? പുതിയ താമസ സ്ഥലവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അവളുടെ ഓർമ്മയിൽ നിന്ന് തന്നെ എന്നെ പിഴുതു കളയുമോ? എന്നെങ്കിലും അവൾ തിരിച്ചു വരുമോ? അങ്ങനെ എന്തെല്ലാമൊക്കെയോ അവൻ്റെ ഹൃദയത്തിൽ അലതല്ലിക്കൊണ്ടേയിരുന്നു. എങ്കിലും അവനൊന്നും സംസാരിച്ചില്ല. മനസ്സിലെ വികാരങ്ങൾ തുറന്നു കാട്ടുവാൻ വാക്കുകൾക്ക് കരുത്തു പോരെന്ന് മനുശങ്കറിന് തോന്നി.
വാക്കുകളൊക്കെ ഉപയോഗിച്ച് തേഞ്ഞു പോയവയാണ്. മനസ്സിലെ വികാരങ്ങളോ ശക്തവും ഉത്കടവും അഗാധവുമാണ്. മനുവിൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് അലീനയുടെ ചോദ്യം എത്തുകയാണ്. മനുവേട്ടൻ ഉച്ചയ്ക്ക് എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓ, നീ എന്നെ പ്രതീക്ഷിച്ചായിരുന്നോ? എന്നോട് പറഞ്ഞിരുന്നല്ലോ അവിടെ ഇന്നലെ തന്നെ പുറപ്പെടുമെന്ന്. ആ, അത് ശരി. എന്നാലും ഇതിനിടയിൽ നീ എൻ്റെ കാര്യം ഓർത്തിരുന്നോ? ഇന്ന് ആൾ എത്തുമല്ലോ, കാണാമല്ലോ, മിണ്ടാമല്ലോ, അങ്ങനെ എന്തെങ്കിലും? അലീന അവൻ്റെ മുഖത്തേക്ക് തന്നെ ഇമയനക്കാതെ പുഞ്ചിരിയോടെ നോക്കി നിന്നു. അവൾ എന്തെങ്കിലും തന്നോട് സംസാരിച്ചിരുന്നുവെങ്കിലെന്ന് മനു ആഗ്രഹിച്ചു. തൻ്റെ ഹൃദയം അവളൊന്ന് തുറന്നു കാട്ടിയിരുന്നുവെങ്കിൽ, മനുവേട്ടൻ വരാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് കാണാനും മിണ്ടാനും ഞാൻ ഇതുപോലെ കൊതിച്ച ദിവസമില്ല എന്നൊന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ, എത്ര അകലത്തേക്ക് പോയാലും മനുവേട്ടൻ എൻ്റെ മനസ്സിലുണ്ടാവും എന്നൊരു വാഗ്ദാനം അവൾ നൽകിയിരുന്നുവെങ്കിൽ. പക്ഷേ അവൾ ഒന്നും മിണ്ടുന്നില്ല. മനുശങ്കറിന് വല്ലാത്ത നിരാശ തോന്നി. അവൻ ഊണ് മതിയാക്കി എഴുന്നേറ്റ് പോയി കൈ കഴുകി. ആ ഭവനത്തെ വല്ലാത്തൊരു മ്ലാനത ഗ്രസിച്ചിട്ടുണ്ട് എന്ന് മനുശങ്കറിന് മനസ്സിലായി. വേർപിരിയലിൻ്റെതായ ഒരു വേദന ആ വീടിൻ്റെ ഉൾത്തടങ്ങളിൽ എവിടെയൊക്കെയോ ഇരുന്ന് വിങ്ങുന്നുണ്ട് എന്ന് അവന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. മനുശങ്കർ പിന്നീട് രോഹിത്തിൻ്റെ മുറിയിലേക്കാണ് ചെന്നത്. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച, രോഹിത്ത് കമ്പ്യൂട്ടർ ടേബിളിന്മേൽ കമിഴ്ന്ന് കിടക്കുകയാണ്. ടേബിളിൽ ഒരു പെൻഡ്രൈവ് ഇരിപ്പുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ വലത്തുവശത്ത് സ്ക്രീൻ സേവറായി അലീനയുടെ ചിരിക്കുന്ന മുഖം. വലത് കൈ അല്പം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ചക്രവാള ചെരുവിൽ പറന്നകലുന്ന പക്ഷിയെ നോക്കി ഒരു യാത്രാമൊഴി നൽകുകയാണ് എന്നേ തോന്നുകയുള്ളൂ. രോഹിത്തിന് ഈ ഫോട്ടോ എവിടുന്ന് കിട്ടിയെന്ന് മനുശങ്കർ അത്ഭുതപ്പെട്ടു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ശബ്ദം താഴ്ത്തി മനുശങ്കർ മെല്ലെ വിളിച്ചു, രോഹിത്. പക്ഷേ രോഹിത് ആ ശബ്ദം കേട്ടില്ല. തുടർന്ന് മനുശങ്കർ അവൻ്റെ ചുമലിൽ തട്ടി വിളിച്ചു. രോഹിത്ത് കണ്ണു തുറന്നു. ഞെട്ടിപ്പിടഞ്ഞ് മുഖമുയർത്തി നിവർന്നിരുന്നു. നീ എന്താ, ഉറങ്ങുമായിരുന്നോ? ഏയ്, ഉറങ്ങാനൊന്നും കിടന്നതല്ല, ചുമ്മാതെ ഓരോന്നോർത്ത് അങ്ങനെ ഇരുന്നതാ, മയങ്ങിപ്പോയി. എടാ, നിനക്ക് എവിടുന്ന് കിട്ടി ഈ പടം? അതോ, അത് ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോൾ എടുത്തതാ. എനിക്കിതിൻ്റെ കോപ്പി ഒന്ന് തരണം കേട്ടോ. അതിനെന്താ, തരാമല്ലോ, മെയിൽ ചെയ്താൽ മതിയോ? വേറെയും പടങ്ങളുണ്ട്. അലീന ചേച്ചിക്ക് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ഞാൻ പെൻഡ്രൈവ് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടി എടുത്തോ ഒരു കോപ്പി. മനുശങ്കറിന് കമ്പ്യൂട്ടർ സ്ക്രീനിലെ അലീനയുടെ മുഖം കണ്ടിട്ടും മതി വരുന്നില്ല. ഇതിനിടയിൽ രോഹിത് ചോദിക്കുകയാണ്, അല്ല, മനുവേട്ടൻ എപ്പോഴാ വന്നത്? കുറച്ചു നേരം ആയടാ. ഇവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനില്ല മനുവേട്ട. അലീന ചേച്ചി നാളെ പോവല്ലേ? അത് ശരി. രാജ്യം വിട്ടു പോവുകയൊന്നും അല്ലല്ലോ, കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ശരിയാ, എന്നാലും ഞങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാവുന്ന ദൂരെ ഉള്ളല്ലോടാ. ശരിയാ, എന്നാലും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ മനുവേട്ട. ആ നഷ്ടം അത് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. രോഹിത് അത് പറയുമ്പോൾ തന്നെ വികാരാധീനനായി. അലീന ചേച്ചി തന്ന സ്നേഹം തിരിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇനി എന്തെങ്കിലും അതിന് സാധിക്കുമോ? ഇല്ല. ഞാൻ ഏതവസ്ഥയിലായിരുന്നുവെന്ന് മനുവേട്ടനറിയാമല്ലോ. അത്രയും പറഞ്ഞപ്പോഴേക്കും രോഹിത്തിൻ്റെ സ്വരമിടറുകയും കണ്ണു നിറയുകയും ചെയ്യുന്നത് കണ്ടിട്ട് മനുശങ്കർ തോളത്ത് തട്ടി സമാധാനിപ്പിച്ചു. എവിടെ പോയാലും അലീന ഒടുവിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെ സമാധാനിക്കടാ, എല്ലാം ശരിയാവും. മനുവേട്ട, ഞങ്ങൾക്കൊക്കെ എന്തൊരു ധൈര്യമായിരുന്നറിയോ. അലീന ചേച്ചി കൂടെയുള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ലായിരുന്നു. ഒരു തെറ്റ് ചെയ്യാൻ തോന്നില്ല, ഒരു കള്ളം പറയാൻ തോന്നില്ല, മടി പിടിച്ച് വെറുതെ ഇരിക്കാൻ തോന്നില്ല. അലീന ചേച്ചി ഒന്ന് തൊട്ടാൽ മതി, നമുക്കറിയാം നമ്മളോടുള്ള ഇഷ്ടം. അത് പറഞ്ഞ് ഒരു തേങ്ങലോടുകൂടി രോഹിത് മേശയ്ക്ക് മീതെ കവിളമർത്തി കിടന്നു. മനുശങ്കറിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അലീന ഈ കുട്ടികളുടെ മനസ്സിൽ ചെലുത്തിയ സ്വാധീനം എത്രയധികമായിരുന്നുവെന്ന്. കണ്ണുകൾ തുടച്ചിട്ട് രോഹിത് നിവർന്നിരുന്നു. ഞാനും ബബിതയും കൃഷ്ണമോളും അച്ഛനുമൊക്കെ ഈ വീട്ടിൽ താമസിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കും, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കും. അലീന ചേച്ചിയും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിന് ചുറ്റും ഇരിക്കുന്നത് പോലെയായിരുന്നു. ഇപ്പോൾ പേടി തോന്നുക, ഞങ്ങൾ പഴയ പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുട്ടത്തേക്ക് തിരിച്ചു പോകുമെന്ന്. വിളക്കണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടല്ലേ. മനുശങ്കറിന് എങ്ങനെ രോഹിത്തിനെ ആശ്വസിപ്പിക്കണമെന്നറിയാൻ കഴിയുന്നില്ല. അവൻ്റെ തോളിൽ മൃദുവായി ഒന്നുകൂടി തട്ടിയിട്ട് മനുശങ്കർ മെല്ലെ മുറി വിട്ടിറങ്ങി പുറത്തേക്ക് പോയി. ബാലചന്ദ്രമേനോൻ ടൗണിൽ നിന്നും സന്ധ്യയോടെ വീട്ടിലേക്കെത്തി. മനുശങ്കർ അപ്പോൾ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്കിളിന്ന് നേരത്തെ കടയടച്ചോ? ഇല്ല, ഗോവർദ്ധനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരത്തെ ഇങ്ങി പോന്നു. അല്ല, നീ വീട്ടിൽ പോയില്ലേ? ഇല്ല. മനുശങ്കർ പോർച്ചിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡിക്കി തുറന്ന് തൻ്റെ ബാഗ് എടുത്തു. വന്ന വിവരം നീ വീട്ടിൽ വിളിച്ചറിയിച്ചോ? ഇല്ല, ഞാൻ വീട്ടിലേക്ക് വന്നതല്ല അങ്കിളെ, ഇങ്ങോട്ട് മാത്രമായിട്ട് വന്നതാ. ഇവിടെ എല്ലാവരും കൂടി ഒരാളെ നാളെ നാട് കടത്തുന്നുണ്ടല്ലോ, അതൊന്ന് കാണണമെന്ന് തോന്നി, അതിനിറങ്ങിയതാണ്. അവൻ്റെ സ്വരത്തിലെ പരിഭവം ബാലചന്ദ്രമേനോന് മനസ്സിലായി. ഇവിടെ അങ്ങനെ പലതും നടക്കും. ഞങ്ങൾ വീട്ടുവേലക്കാരികളെ ശമ്പളത്തിന് നിർത്തും, തോന്നുമ്പോൾ പിരിച്ചയക്കും. അതിൽ നിനക്കെന്താ കാര്യം? അതിന് മനുശങ്കറിൻ്റെ മറുപടി, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സെർവൻ്റ് ഉണ്ടല്ലോ, എൻ്റെ സ്വന്തക്കാരിയാ. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ഞാൻ കെട്ടാൻ പോന്ന പെണ്ണ്. മനുശങ്കർ അത് പറയുമ്പോൾ അവൻ്റെ സ്വരത്തിൽ തുടിച്ച അവകാശബോധവും ദൃഢനിശ്ചയവും ബാലചന്ദ്രമേനോനെ വിസ്മയിപ്പിച്ചു. എങ്കിലും എടുത്തടിച്ചതുപോലെ ബാലചന്ദ്രമേനോൻ ചോദിക്കുകയാണ്, അത് നീ മാത്രം നിശ്ചയിച്ചാൽ പോരല്ലോ.
പെട്ടെന്ന് മനുശങ്കർ, അങ്കിൾ എനിക്കൊരു വാക്ക് തന്നിട്ടില്ലേ അവളെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന്? ഹ, അന്ന് നീ അതിന് തയ്യാറായിരുന്നില്ലല്ലോ. വേലക്കാരിയെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞത് നിനക്ക് വലിയ കുറച്ചിലായിപ്പോയി. ഞാനാണ് അവളെ സജസ്റ്റ് ചെയ്തത് എന്നതുപോലും നീ ഒരു പ്ലസ് പോയിന്റ് ആയി കണ്ടില്ല. അതോടെ ഞാൻ നിനക്ക് തന്ന വാക്കങ്ങ് തിരിച്ചെടുത്തു. അത്രയും കേട്ടപ്പോഴേക്കും മനുശങ്കറിന്റെ മുഖം വാടി. എന്നിട്ടും അയാൾ പറയുകയാണ്, പക്ഷേ അങ്കിളെ, അപ്പോഴെനിക്ക് സത്യാവസ്ഥകളൊന്നും അറിയില്ലായിരുന്നല്ലോ. ഓ, അതിന്റെ അർത്ഥം നീ അപ്പോൾ അവളെ അല്ല ഇഷ്ടപ്പെട്ടത്, അവളെ ചൂഴ്ന്നു നിൽക്കുന്ന ചില സത്യാവസ്ഥകളെയാണ് അല്ലേ? അവൾ ആരാണെന്ന സത്യം അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഇപ്പോഴും... പെട്ടെന്ന് മനുശങ്കർ, ആദ്യം മുതലേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നെങ്കിലേ. അന്നും ഞാൻ അവൾക്ക് വേണ്ടിയാണ് വാദിച്ചിട്ടുള്ളത്. എന്നും ഞാൻ അവളുടെ പക്ഷത്ത് മാത്രമേ നിൽക്കൂ. ബാലചന്ദ്രമേനോൻ അവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് തോളത്തൊരടിയടിച്ചു. നീ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അല്ലേ? അതെ അങ്കിൾ. അവൾക്ക് സമ്മതമാണെങ്കിൽ എന്നെ തടയാൻ ആർക്കും പറ്റില്ല. ഞാൻ നിന്നെ തടഞ്ഞാലോ? അങ്കിളിനെ എനിക്കറിയാലോ. അലീനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അങ്കിളും അവളുടെ പക്ഷത്തെ നിൽക്കുന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കേട്ടിട്ട് ബാലചന്ദ്രമേനോൻ വീണ്ടും പറയുകയാണ്, അലീനയുടെ സ്വന്തക്കാർ അവൾക്ക് വേണ്ടി നിന്നേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുകയും അവൾക്ക് അവനെ ഇഷ്ടപ്പെടുകയും ചെയ്താലോ? ശങ്കർ അത് കേട്ടപ്പോഴേക്കും അന്തം വിട്ടു. അലീനയുടെ സ്വന്തക്കാരോ? അത് നമ്മളൊക്കെ തന്നെ അല്ലേ അങ്കിളെ? നമ്മൾ മാത്രമല്ല, വേറെ പലരുമുണ്ട്. അങ്കിൾ ഇതുവരെ അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അക്കാര്യങ്ങളൊന്നും അവൾക്ക് പോലും അറിയില്ല. അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. ഇത് പറഞ്ഞുകൊണ്ട് കാറിന്റെ പിന്നിലേക്ക് ഇന്ന് ബാലചന്ദ്രമേനോൻ ഡിക്കി അടച്ചു. ഈ സമയത്ത് സിറ്റ് ഔട്ടിൽ നിന്നും അലീനയുടെ ശബ്ദം. അവിടെ എന്താ രണ്ടുപേരും കൂടി രഹസ്യം പറച്ചില്? അച്ഛൻ വന്നിട്ട് അരമണിക്കൂറായല്ലോ. ആ, കുറച്ച് സമയമായി മോളെ. ഞങ്ങളിവിടെ ഒരു കല്യാണം ആലോചിക്കുകയായിരുന്നു. ആഹാ, കല്യാണാലോചനയോ? ആർക്കാ അച്ഛാ? ഇവന്, അല്ലാതെ ആർക്കാണ്? 10-27 വയസ്സായില്ലയോ? അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മുഖത്ത് ക്ഷണം നേരത്തേക്കൊരു നടുക്കം പിടഞ്ഞു മറഞ്ഞു. ആ മുഖഭാവത്തോടു കൂടി തന്നെ അലീന ചോദിക്കുകയാണ്, അപ്പോ എനിക്കൊരു ഊണ് കിട്ടില്ല അല്ലേ? എന്നാര് പറഞ്ഞു? ഇവന്റെ കല്യാണത്തിന് നീ ഉണ്ടാകാതിരിക്കുവോ? അത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ അലീനയുടെ മുഖത്തേക്ക് അർദ്ധഗർഭമായി ഒന്ന് നോക്കിയിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. രാത്രി 8 മണിയായപ്പോഴേക്കും അത്താഴമേശയിൽ എല്ലാവരും ഒത്തുകൂടി. അലീന നാളെ സ്ഥലം വിടുന്നു എന്നുള്ള വിഷയത്തെ സ്പർശിക്കാതെ അവർ അല്പനേരം സംസാരിച്ചിരുന്നു. മനുശങ്കർ ബാംഗ്ലൂരിലെ തൻ്റെ ജീവിതത്തെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു. അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെട്ടതുമില്ല. ബാലചന്ദ്രമേനോൻ സംഭാഷണം നീട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. പക്ഷെ ബബിത എഴുന്നേറ്റ് പോയതോടെ ഊണുമുറിയിൽ മ്ലാനതയായി. അലീന അത്താഴം വിളമ്പിയിട്ട് ചെന്ന് വിളിച്ചുവെങ്കിലും ബബിത എഴുന്നേറ്റ് വന്നില്ല. അലീന നിർബന്ധിച്ചപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? വേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് ലേശം വിശപ്പില്ല. അലീന സങ്കടത്തോടെ തിരികെ പോന്നു. മറ്റുള്ളവർ കഴിക്കാനിരുന്നു. രോഹിത് ഒരു ചപ്പാത്തി മുറിച്ചൊരു കഷ്ണത്തിൻ്റെ അറ്റം വായിൽ വെച്ച് കടിച്ചുകൊണ്ട് അല്പനേരം അങ്ങനെ മൗനമായിരുന്നു. പിന്നെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. കൃഷ്ണജ അല്പം ചോറുണ്ടു എന്ന് വരുത്തി. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഇടത് കൈകൊണ്ട് ഇടയ്ക്കിടെ കവിളിന്മേൽ തൂത്തു. ബാലചന്ദ്രമേനോനും മനുശങ്കരനും കഴിക്കണമെന്നേ ഇല്ലായിരുന്നു. പക്ഷേ അലീന മുൻപിലിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് പോയാൽ അവൾക്ക് സങ്കടമാകുമല്ലോ എന്ന് കരുതി അവർ പ്ലേറ്റിലുള്ളത് നുള്ളി തിന്നുകൊണ്ടായിരുന്നു. അലീനയും അല്പം മാത്രമേ കഴിച്ചുള്ളൂ. ഈ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടണമേ എന്നായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചത്. ഇത് പീഡാനുഭവത്തിൻ്റെ രാത്രിയാണ്, വേദനയുടെ രാത്രിയാണ്. ബാലചന്ദ്രമേനോനും വൈജയന്തിയും മുൻപ് ഉപയോഗിച്ചിരുന്ന ബെഡ്റൂമിലാണ് അലീന മനുശങ്കറിന് കിടക്ക വിരിച്ചു കൊടുത്തത്. അവൻ്റെ ബാഗ് അവൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. കുടിക്കാൻ കുറച്ച് വെള്ളം കൂടി എടുത്തു വെക്കണം. ടെൻഷൻ ഉള്ളപ്പോൾ നമുക്ക് ദാഹം തോന്നും. മനുശങ്കറിൻ്റെ ആ വാക്കിന് തിരിച്ചു മറുപടി ഒന്നും പറയാതെ, ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ മൗനമായി അലീന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു. ആ സമയത്ത് മനുശങ്കർ അവളുടെ കരം ഗ്രഹിച്ചു. അലീന അവൻ്റെ മുഖത്തേക്ക് അർത്ഥവത്തായി ഒന്ന് നോക്കി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. എനിക്കറിയാം മനുവേട്ടാ. നാളെ എങ്ങോട്ടാ നീ പോകുന്നതെന്ന് നിനക്കറിയുമോ? അച്ഛൻ എന്നോട് ഒരു സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമേ എനിക്കറിയൂ. എവിടെയാണ് ആ സ്ഥലം? മനുവേട്ടൻ അച്ഛനോട് ചോദിച്ചാൽ മതി, അച്ഛൻ അതൊക്കെ പറയും. നീ എന്തുകൊണ്ടാണ് അങ്കിളിനോട് ചോദിക്കാത്തത്? ആരുടെ അടുത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് എന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത്? എന്നോട് പറയാമെന്ന് മാത്രമാണ് അച്ഛൻ പറഞ്ഞത്. പറഞ്ഞില്ലല്ലോ ഇതുവരെ. അത് പറഞ്ഞോളും. നിനക്ക് ആശങ്കയൊന്നുമില്ലേ? എനിക്കറിയാം മനുവേട്ടാ, അച്ഛൻ എന്നെ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ എന്ന്. നിനക്ക് ഈ വീട് വിട്ടുപോകാൻ വിഷമമൊന്നുമില്ലേ? അലീന അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ മിഴികളെ നീർപ്പോളകൾ വന്ന് മൂടുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് മനുശങ്കർ പറയുകയാണ്, സോറി. അലീന അവൻ്റെ കൈ വിടുവിച്ച് കണ്ണു തുടച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബബിത കിടക്കയിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. മുറിയിൽ വെളിച്ചമില്ല. ചാരിയിട്ടിരിക്കുന്ന വാതിൽ അലീന തുറന്നപ്പോൾ പുറത്തുനിന്നും വെളിച്ചം അകത്തേക്ക് കയറി. മുഖം തിരിച്ചൊന്ന് നോക്കിയിട്ട് ബബിത അതേ മട്ടിൽ തന്നെ വീണ്ടും കിടന്നു. അലീന കിടക്കയിൽ വന്നിരുന്നു. അവളുടെ തോളത്ത് കൈവച്ച് പതിയെ വിളിച്ചു, ബബിതേ. ഒരു പ്രതികരണവുമില്ല. അലീന തനിക്ക് അഭിമുഖമായി അവളുടെ മുഖം തിരിക്കുവാൻ അല്പം ബലം പ്രയോഗിച്ചു. ബബിത ചേർത്തു നിന്നു. അലീനയുടെ കൈ പിടിച്ചു മാറ്റുകയും ചെയ്തു. അലീന അവളുടെ ശിരസിലും കവിളത്തും തലോടിക്കൊണ്ട് അരികെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അലീന എഴുന്നേൽക്കാനാഞ്ഞു.
പൊടുന്നനെ അവളുടെ കൈത്തണ്ടയിൽ ബബിത തൻ്റെ വിരലുകൾ മുറുക്കി. അലീനയ്ക്ക് അപ്പോഴേക്കും കരച്ചിൽ വന്നു. അവൾ ബബിതയുടെ അരികെ തന്നെ ഇരുന്നു. അവളുടെ മുഖം പിടിച്ച് നേരെയാക്കി കുനിഞ്ഞ് അവളുടെ നെറുകയിലും നെറ്റിയിലും ഉമ്മ വെച്ചു. എന്നിട്ട് പറയുക, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണം, അച്ഛനോടും അമ്മയോടും സ്നേഹത്തോടെ പെരുമാറണം. ഞാൻ പോയാലും ഇനിയും വരും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കും. നീ സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളത് കേട്ടാൽ പാതി സമാധാനമാവും എനിക്ക്. ഇത്രയും പറഞ്ഞ ശേഷം ഒരിക്കൽ കൂടി കുനിഞ്ഞ് ബബിതയുടെ നെറ്റിക്ക് അവളൊന്ന് ചുംബിച്ചു. രോഹിത്തിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാ കൃഷ്ണമോളെ, കേട്ടല്ലോ. അലീന നെറ്റിയിൽ ഉമ്മ വെച്ചപ്പോൾ ബബിതയുടെ വിരലുകൾ അവളുടെ കൈത്തണ്ടയിൽ ഒന്നുകൂടി മുറുകി. അലീനെ അവളെ തഴുകി തലോടി ആശ്വസിപ്പിച്ചിട്ട് കൃഷ്ണജയുടെ മുറിയിലേക്ക് പോന്നു. ഇന്ന് കൃഷ്ണമോൾക്ക് കൂട്ടുകിടക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണജ ഉറങ്ങാതെ കിടക്കുകയാണ്. അലീന ലൈറ്റ് അണച്ച് കിടക്കയിൽ കയറിയതും കൃഷ്ണജ അവളെ കെട്ടിപ്പിടിച്ചു. അലീന അവളുടെ മുഖം തൻ്റെ തോളിലേറ്റി വെച്ച് രണ്ട് കൈകൊണ്ടും ആശ്ലേഷിച്ച് അവൾക്ക് അഭിമുഖമായി ഒരു വശം ചരിഞ്ഞു കിടന്നു. ഞാൻ ഈ വീട്ടിൽ വന്നതു മുതൽ ഇന്നേ വരെ തന്നോട് അനുകമ്പയോടും സ്നേഹത്തോടും കൂടി പെരുമാറിയത് കൃഷ്ണജയാണെന്ന് അലീനയ്ക്ക് മറക്കുവാൻ കഴിയുന്നില്ല. എല്ലായ്പ്പോഴും തൻ്റെ പക്ഷത്തായിരുന്നു അവൾ. അതെല്ലാം ഓർത്ത് അലീന ഒന്നുകൂടി അവളെ അമർത്തിപ്പിടിച്ചു. തോളത്ത് ബ്ലൗസിനടിയിൽ നനവ് തട്ടിയതറിഞ്ഞ് അലീന തെല്ലൊന്നമ്പരന്നു. പെട്ടെന്നവൾ ചുമലിലെ സ്വിച്ച് ബോർഡിലേക്ക് കൈയെത്തിച്ചിട്ട് ലൈറ്റിട്ടു. തോളത്തമർന്നു കിടന്ന കൃഷ്ണജയുടെ മുഖം തെല്ലൊന്നടർത്തി മാറ്റി. അവളുടെ കണ്ണുനീരൊഴുകി വീണ് നനഞ്ഞിരിക്കുകയാണ് തൻ്റെ ബ്ലൗസ്. അലീന മെല്ലെ വിളിച്ചു, മോളെ. കൃഷ്ണജ ഒരു തേങ്ങലോടുകൂടി വീണ്ടും അവളുടെ തോളിലേക്ക് മുഖം അമർത്തി. അലീന ലൈറ്റ് അണച്ചു. കൃഷ്ണജിയുടെ മുഖം ചേർത്ത് പിടിച്ച് തൻ്റെ മുഖത്ത് നേരെ കൊണ്ടുവന്നു. എന്നിട്ട് പറയുക, കരയല്ലേ കൂട്ടാ, ഞാൻ പോയാലും എൻ്റെ മനസ്സുണ്ടല്ലോ നിൻ്റെ കൂടെ. ഇത് പറഞ്ഞുകൊണ്ട് കൃഷ്ണജിയുടെ നെറ്റിയിലും കണ്ണിലുമൊക്കെ അലീന മാറി മാറി ഉമ്മ വെച്ചു. കണ്ണുനീരിൻ്റെ നനവ് അവളുടെ ചുണ്ടിലും പുരണ്ടു. തുടർന്ന് കാണുന്നത് പ്രഭാത കാഴ്ചകളാണ്. അലീന അതിരാവിലെ തന്നെ ഉണർന്ന് വീട്ടുജോലികൾ മിക്കവാറും ചെയ്തു തീർത്തു. ബ്രേക്ക്ഫാസ്റ്റും ബബിതയ്ക്കും കൃഷ്ണജയ്ക്കും സ്കൂളിൽ പോകേണ്ട ലഞ്ചും എല്ലാം റെഡിയാക്കി. രാവിലെ എല്ലാവർക്കും ചായ കൊടുത്തു. പത്രം വായിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലിരുന്ന ബാലചന്ദ്രമേനോനോട് അവൾ ശരണ്യയുടെ വീട്ടിൽ പോകുവാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ ബാലേന്ദ്രൻ, എന്തിനാ ഇപ്പോൾ അവിടേക്ക് പോകുന്നേ? ഞാൻ പോവാന്ന് അവളോടൊന്ന് പറയണ്ടേച്ചാ, ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ? അത് പോരച്ചാ, എനിക്ക് അവളെ ഒന്ന് കാണണം. നീ ഒറ്റയ്ക്ക് പോകാനാണോ? അല്ല, രോഹിത്തിനെയും കൂട്ടി പോയിക്കൊള്ളാം. ആ ശരി, വേഗം പോയിട്ട് വാ, നമുക്ക് രാവിലെ തന്നെ പുറപ്പെടണം. പിന്നെയും അവൾ തങ്ങി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ ഇപ്പം? ശരണ്യയുടെ കാര്യം തന്നെയാണച്ചാ. അതെന്താണ്? അല്ല, ഞാൻ പോയാലും അച്ഛൻ അവളെ മറന്നു കളയരുത്. അവളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓ, അത്രയേ ഉള്ളൂ, അതൊക്കെ ഞാൻ ഏറ്റു. അലീന രോഹിത്തിനെ വിളിച്ച് അവൻ്റെ ബൈക്കിൽ കയറി ശരണ്യയുടെ വീട്ടിലേക്ക് പോയി. ശരണ്യ പല്ല് തേച്ചുകൊണ്ട് വീടിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുമ്പോഴാണ് ശ്രീലത ഓടി വന്ന് പറയുന്നത്, ദേ വന്നു നിന്റെ അലീന ചേച്ചിയെന്ന്. അവൾ അതൊരു ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. എന്നിട്ട് പെട്ടെന്ന് ബക്കറ്റിൽ നിന്നും ഒരു മഗ് വെള്ളം മുക്കി വായും മുഖവും കഴുകിയിട്ട് ശരണ്യ ഒരൊറ്റ ഓട്ടമായിരുന്നു. പ്രഭാകരനോട് സംസാരിച്ചുകൊണ്ട് വരാന്തയിൽ നിന്ന അലീനയുടെ മീതേക്ക് അലീന ചേച്ചി എന്നുള്ള വിളിയും കെട്ടിപ്പിടുത്തവും പാഞ്ഞു എന്നുള്ള വീഴ്ചയും എല്ലാം ഒരുമിച്ചായിരുന്നു. അലീന അത്ഭുതത്തോടെ അവളെ നോക്കി. കുറേ നാളുകൾക്ക് മുമ്പ് കൂട്ടബലാത്സംഗത്തിനിരയായി മനസ്സും ശരീരവും തകർന്ന് ഈ വീട്ടിലെ അടച്ചിട്ട മുറിക്കുള്ളിൽ പാതി ഇരുട്ടിൽ പേടികൊണ്ടും വേദന കൊണ്ടും വിറങ്ങലിച്ച് കിടന്ന പെൺകുട്ടിയല്ല ഇന്നവൾ. അവളുടെ കണ്ണുകളിൽ പ്രസരിപ്പും കുസൃതിയും നിറഞ്ഞു നിൽക്കുന്നു. അവളുടെ മുഖത്ത് സന്തോഷവും പ്രതീക്ഷയും ജീവിതത്തെ പൊരുതി ജയിക്കുവാനുള്ള ധൈര്യവും ലഭിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് അവൾ. ആനന്ദാശ്രുക്കളോടെ അലീന അവളെ ആശ്ലേഷിച്ചു. ശരണ്യ അവളുടെ തോളത്തേക്ക് മുഖം ചായച്ചു ഒരു നിർവൃതിയിലെന്ന പോലെ നിന്നു. നീ എന്താ ഉറങ്ങിപ്പോയോ? അലീന അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ചേച്ചി, കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാവോ? എല്ലാ വിഷമവും മാറിയതുപോലെ തോന്നും. നീ കുറെ കൂടി നന്നായി കേട്ടോ, മിടുക്കി കുട്ടിയായി. അലീന അവളുടെ കവിളിലൊന്ന് തലോടി. അപ്പോൾ ശ്രീലത വാതുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഇതിനേക്കാൾ നല്ലതായിരുന്നതാ, ഇപ്പം ഇത്തിരി ക്ഷീണിച്ചു പോയി. ഉറക്കളച്ചുള്ള പഠിത്തമല്ലേ, ഉറങ്ങുമ്പോൾ രാത്രി 11-11:30 ആവും. രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കും. അവരുടെ വാക്കുകളിൽ മകളെക്കുറിച്ചുള്ള അഭിമാനം അങ്ങനെ തുളുമ്പി നിൽക്കുന്നത് അലീന ശ്രദ്ധിച്ചു. എന്നിട്ട് പറയുക, അങ്ങനെയാ വാശിയുള്ള പെൺകുട്ടികൾ. അപ്പോൾ ശരണ്യ വീണ്ടും പറയുകയാണ്, എക്സാമിങ് അടുത്ത് ചേച്ചി, അതുകൊണ്ടാട്ടോ. ആഹാ, അത് ശരി. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടോ? ചേച്ചി പറഞ്ഞതുപോലെ തന്നെയല്ല എൻട്രൻസ്. എനിക്ക് അത് എഴുതണം, അത് എഴുതിയെടുത്തിട്ട് ഡോക്ടറാകണം, അതൊരു വാശിയാ. അത് കേട്ടുകൊണ്ട് പ്രഭാകരൻ പറയുകയാണ്, ഇവളെ എന്ത് കണ്ടിട്ടായി പറയുന്നതെന്ന് എനിക്കറിയാൻ മേല. എൻട്രൻസ് എഴുതിയെടുക്കുമോ ഇവളോ? ഇത് കിട്ടിയാൽ തന്നെ മെഡിസിന് ചേർന്ന് പഠിക്കണമെങ്കിൽ രൂപ എത്ര വേണം? അതെല്ലാം നടക്കുമെങ്കിലേ, അലീന ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. നിങ്ങളിങ്ങനെ പിൻപോട്ട് വലിക്കരുത്. 2 ആങ്ങളമാരില്ലേ ഇവക്ക്, അവരും കൂടി അധ്വാനിക്കട്ടെ പെങ്ങൾക്ക് വേണ്ടി. അല്ലാതെ മണ്ണെണ്ണയും തീപ്പെട്ടിയും എടുക്കുവാനുള്ള ശൗര്യം മാത്രം പോരല്ലോ.
അത് കേട്ടുകൊണ്ട് ശ്രീലതയുടെ പിൻപിൽ വാതുക്കൽ നിന്ന ഓമനക്കുട്ടന്റെ മുഖം വിളറി. അവൻ പതിയെ ശ്രീലതയുടെ പിൻപിലേക്ക് നീങ്ങിക്കളഞ്ഞു. ഒരാളെവിടെ? ഗോപൻ. ആ, അവനൊരു പണി കിട്ടി മോളെ. പിക്കപ്പിന്റെ ഡ്രൈവറായിട്ട് രാവിലെ പോണം. അങ്ങനെ പോയേക്കുക. ഓ, അത് നന്നായി. എന്തായാലും ശരണ്യ അലീനയുടെ വിരലുകൾ പിടിച്ച് ഞൊട്ടവിടുവാൻ തുടങ്ങുന്നതിനിടയിൽ ചോദിക്കുകയാണ്, ചേച്ചിയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ വിശേഷം പറയാൻ വേണ്ടിയാ വന്നത്. ഞാൻ ഇവിടുന്ന് പോവാണ്. അത്രയും കേട്ടപ്പോഴേക്കും ശരണ്യ അന്ധാളിച്ചു പോയി. പോവാനോ? എങ്ങോട്ട്? അതെ മോളെ, ഞാനിവിടുത്തെ വേലക്കാരിയായിട്ട് വന്നതല്ലേ. ഇവിടെ എൻ്റെ ജോലി കഴിഞ്ഞു. ഇനി പുതിയൊരു സ്ഥലം. ശരണ്യക്ക് വിശ്വാസം വരുന്നില്ല. അവൾ രോഹിത്തിനെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്ത് നിഴൽ വീഴ്ത്തിയ സങ്കടഭാവത്തിൻ്റെ അർത്ഥം ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. പെട്ടെന്ന് പ്രഭാകരൻ ചോദിക്കുകയാണ്, ഇവർക്കിനി മോളെ വേണ്ടാഞ്ഞിട്ടാണോ? രോഹിത്തിൻ്റെ അമ്മ ആശുപത്രിയിൽ നിന്ന് സുഖമായി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ജോലിക്ക് ഒരാളുടെ ആവശ്യമില്ല. അപ്പോഴേക്കും ശരണ്യയുടെ മുഖം വല്ലാണ്ട് വാടിപ്പോയി. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് മുറിക്കുള്ളിലേക്ക് കയറി. ശ്രീലത വല്ലായ്മയോടെ അലീനയെ ഒന്ന് നോക്കി. എന്നിട്ട് പറയുകയാണ്, ഇത് വലിയ കഷ്ടമായി പോയി. ഈ മുതലാളിമാരൊക്കെ നന്ദിയില്ലാത്ത ആൾക്കാരാണ് അല്ലേ മോളെ? നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്ക് വേണ്ടാതാകുമ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞു കളയും. ഏയ്, ഇതങ്ങനെയൊന്നും അല്ല. അവിടെ ജോലി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കൊള്ളാന്ന്. അല്ല, എന്നാലും ശ്രീലത ആ ന്യായം കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അലീന ശരണ്യയുടെ മുറിയിലേക്ക് കയറി. ചുമരിൽ ചാരി നിന്നുകൊണ്ട് അവൾ വിതുമ്പുകയാണ്. അലീനെ അവളുടെ കൈത്തണ്ടയിലേക്ക് പിടിച്ചപ്പോൾ അവൾ പിണങ്ങി കുതറി മാറി. വേണ്ടല്ലോ, ഞാനിനി പഠിക്കണ്ടല്ലോ, പരീക്ഷയും എഴുതണ്ടല്ലോ. ഛേ, എന്താ കൊച്ചെ ഈ പറയുന്നത്? ഒറ്റ അടി വെച്ചു തരും ഞാൻ കേട്ടോ. നീ എനിക്ക് വേണ്ടിയാണോ പഠിക്കുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യുന്നത്? ചേച്ചിയായിരുന്നു എൻ്റെ ധൈര്യം, എൻ്റെ വാശി, അതെല്ലാം ചേച്ചിയായിരുന്നു. ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ തണുത്തു പോകും. എൻ്റെ ഉത്സാഹമെല്ലാം കെട്ടുപോകും. ഞാനെന്താ മരിച്ചു പോവാണോ? ഞാനുണ്ടല്ലോ ജീവനോടെ. കുറച്ച് നാളത്തേക്ക് ദൂരേക്ക് പോകുന്നല്ലേ ഉള്ളൂ. നിന്നെ കാണാൻ കൂടെ കൂടെ ഞാനിങ്ങ് വരും. നിന്റെ വിവരങ്ങൾ അന്വേഷിക്കും, കത്തെഴുതും, ഫോൺ വിളിക്കും. ഇത്രയൊക്കെ പോരേടി. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും ശരണ്യയെ അലീന ആശ്ലേഷിച്ചു. ഈ സമയത്ത് ശ്രീലത ചായ റെഡിയാക്കി കൊണ്ടുവന്നു. ചായ കുടിച്ച് അലീന യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രഭാകരൻ പറയുകയാണ്, മോളോടുള്ള നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും തീരില്ല. പാതി മരിച്ചതുപോലെ കിടന്ന എൻ്റെ മോളിപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ ഓടിച്ചാടി കളിച്ചു ചിരിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കും, മോളില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നുവെന്ന്. അപ്പോൾ അലീന, അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണേ. അവൾ കയറിപ്പോയിക്കൊള്ളും. അവിടെ നിന്ന് മടങ്ങുന്നതിന് മുൻപ് ഓട്ടോറിക്ഷക്കാരൻ ഷാജിയുടെ വീട്ടിൽ പോവുകയുണ്ടായി. ഷാജി മുറ്റത്തിട്ട് ഓട്ടോറിക്ഷ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ അലീനയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും ഷാജി ഒന്ന് ഞെട്ടിത്തിരിഞ്ഞു ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ആഹാ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. ഷാജിയോടും കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. അലീനയുടെ ആ വാക്കുകൾ കേട്ടിട്ട് ഷാജിക്കൊന്നും മനസ്സിലായില്ല. ഒരമ്പരപ്പോടെ ഷാജി അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഈ സമയത്ത് ഷാജിയുടെ അമ്മയും സഹോദരിയും തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും കേൾക്കെ അലീന ചുരുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. തുടർന്ന് ബൈക്കിൽ മടങ്ങിപ്പോകുമ്പോൾ അലീന രോഹിത്തിനെ ഓർമ്മിപ്പിച്ചു, ശരണ്യയുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ വേണം കേട്ടോ. അവൻ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. പാലാ ടൗൺ കഴിഞ്ഞപ്പോൾ അലീനയുടെ അടുത്ത നിർദ്ദേശം വന്നു. രോഹിത്തിൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് പോകണം. രോഹിത് ഒന്ന് ഞെട്ടി. അതെന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്? എനിക്കൊന്ന് കാണണം. അല്ല, അതിൻ്റെ ആവശ്യമുണ്ടോ? നിർബന്ധമാണോ? അതെ, നിർബന്ധമാണ്. എനിക്ക് അവിടേക്ക് പോകണം. മനസ്സില്ലാ മനസ്സോടെ വീണ്ടും രോഹിത് ബൈക്ക് മുൻപോട്ട് പായിച്ചു. മഴത്തോരു മുൻപ് എന്ന ഈ സീരിയൽ അതിനിർണായകമായ വഴിത്തിരിവുകളിലേക്ക് എത്തുകയാണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.